കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനാണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ഒരു ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ബ്രെഡ് ഞാൻ ഇവിടെ എടുത്ത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ട ബ്രെഡ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലെങ്കിൽ ഒരു 5 കഷ്ണം ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രെഡ് 3 ലെയറായിട്ട് ഞാൻ മുറിച്ചേക്കാണേ. അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ പൊടി കുറച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വറ്റൽമുളകില്ലേ, ചുവന്ന മുളക് ഞാൻ പൊടിച്ചെടുത്തത്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില, മല്ലിയില ഉള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുട്ടയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഇതിനകത്തോട്ട് പൊടിച്ച് വെച്ച വറ്റൽമുളക്, മറ്റേ ചിക്കൻ മസാല ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് മറ്റേ മസാല കൂട്ടി ചേർക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുക്കുവാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി പാത്രം ചൂടാക്കണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. എത്ര ബ്രെഡ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ബ്രെഡ്. അപ്പം ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 or 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചതും, പിന്നെ ബ്രെഡ് നമുക്ക് എങ്ങനെ വേണേലും മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ 2 മുട്ട വേണം. പിന്നെ വറ്റൽമുളക് പൊടിച്ചത്, കറിവേപ്പില, പിന്നെ മല്ലിയില ചേർക്കുന്നവർക്ക് മല്ലിയില ചേർക്കാം കേട്ടോ. ഞാൻ മല്ലിയില ഇവിടെ ചേർത്തില്ല, എനിക്ക് മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. കാശിക്കൂടെ അവിടെ പോയ TV കണ്ടേ ചെല്ലേ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പ് ചേർക്കാൻ മറന്നു പോയി കേട്ടോ. ഇപ്പം നന്നായിട്ട് ഉപ്പൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇതിനകത്ത് മുക്കിയെടുക്കണം കേട്ടോ. ഇതിൽ മുക്കി എന്നിട്ട് ബ്രെഡിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടില്ലേ
അതിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇത് ഒടിഞ്ഞു പോയിട്ടോ. ആദ്യം ഞാനിട്ട് ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടോ. നീ അവിടെ എന്നെ ഉണ്ടാക്കുക. കാശിക്കുട്ടന് അടുത്ത് വന്ന് നിന്നിട്ട് അവനും എന്തോ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പറയും കേട്ടോ. ഇവിടെ വന്ന് നിന്നിട്ടോ അവനെന്നാ ഉണ്ടാക്കുവാണ്, ഞാനും ഇത് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറയേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനത് എടുത്തിട്ടപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒത്തിരി നേരം മുട്ടയെ അതിൽ മുക്കി വെച്ചോണ്ടാണ് ആദ്യം ഒടിഞ്ഞു പോയത് കേട്ടോ. കൈ കഴുകി പോയി. ഞാനപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ട ഒരെണ്ണം ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് വേറെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഇങ്ങനെ വന്ന് നിൽക്കും തീയത്ത്. അവിടെ വെച്ചേ കൊണ്ടാക്കാനുള്ള
3 ഉണ്ട് കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കട്ടെ. കൈ പൊള്ളുവേ, അത് ചൂടാണേ. നമ്മുടെ അപ്പോൾ അടുത്തത് ഇട്ട് കൊടുത്തപ്പോൾ കാശിക്കൂടൻ അതിൻ്റെ ഇടയ്ക്ക് പൈപ്പ് തുറന്ന് പൈപ്പിൽ പോയി വെള്ളം പിടിക്കുകയാണ് കേട്ടോ. ഞാൻ അതിന് വഴക്ക് പറഞ്ഞു, ഉടുപ്പെല്ലാം നനയുമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതാണ്, അതുകൊണ്ടാണ് ടേസ്റ്റി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങൾക്കിനി ചായ ഇടണം. ചായ ഇട്ടിട്ട് കാശിക്കുട്ടന് കൊടുത്ത് നോക്കണം. കാശിക്കുട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ. ചൂടാണ്, അത് പിടിക്കരുതേ, കൈ കൊള്ളു. പാല് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. കാശിക്കുട്ടൻ്റെ പാല് കുടിക്കാനായിട്ട് വന്നത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. പാല് കുപ്പിയിലേക്ക് എടുക്കാൻ വന്ന് നിൽക്കുകയാണ്. കാശിക്കുട്ടൻ്റെ പാലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചേട്ടായി വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാല്, ഇതിനൊരു കപ്പ് പാല് മാറ്റി വെച്ചേക്കും. എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ചായ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും പാലായിട്ടാണ് കുടിക്കുന്നത്. തരാം. ഇപ്പം വൈകുന്നേരം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഒരാളോട് പറഞ്ഞു നോക്കിയിട്ട് ഒരാൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, വിളിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതെൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്തോ വരും.
ഇതിന് കപ്പ് ഇത് ഞങ്ങൾ ഇവിടെ ഒരു പള്ളി പെരുന്നാളുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ ഞാൻ ആഗ്രഹിച്ച് മേടിച്ച കപ്പാണ് ഇത്. ഇതിൻ്റെ പിടി ഒടിച്ച് കളഞ്ഞത് കാശിക്കുട്ടനാണ്. 4 കപ്പ് ഞാൻ മേടിച്ച് 4 കപ്പിൻ്റെയും പിടി കാശിക്കുട്ടൻ ഒടിച്ച് കളഞ്ഞു. അപ്പോൾ കപ്പ് വേറെ ഇരിപ്പുണ്ട്, ഞാനത് എടുക്കുന്നില്ല. ഇവന് ഇച്ചിരി പ്രായമായിട്ട് ഇനി അത് എടുത്ത് വെക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവനത് പൊട്ടിക്കും. അതുപോലെ അത് കണ്ടു കഴിഞ്ഞാൽ അവൻ അതിനകത്ത് തന്നെ കുടിക്കണം വെള്ളമൊക്കെ. പൊട്ടിച്ച് ആരാ പൊട്ടിച്ചേ? കാശിയാണോ? ആണോ? ഇതിന്റെ പേര് പറഞ്ഞു കൊടുത്തവർക്ക്. ടാസി. ഇപ്പൊ ഇത് നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കാം, പാലിടുക. ചൂടാണ് കാശിക്കുട്ട, അതെ തൊടരുതേ. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്താണ് കേട്ടോ ചായ എടുക്കും. ചൂട് പൊള്ളും കൈ പൊള്ളും. പഞ്ചസാര തിന്നാലേ ഇത് വരും. വേണ്ട പഞ്ചസാര തിന്നാ കൈ ഇത് വരും. ഇനിയേ നമുക്ക് പഞ്ചസാര നമുക്ക് ഇനി നേരിട്ട് പൊട്ടിച്ചിട്ടണം. പഞ്ചസാര അതിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് തരാം. അപ്പോൾ ഇതേ നമ്മുടെ ചായ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം എന്തേ കാശിക്കുട്ടൻ കാശിക്കുട്ടനെ ഞാനിത് കൊടുത്തു നോക്കുവാണ്. കാശിക്കുട്ടൻ പറയും കൊള്ളാവോ ഇല്ലയോ, സൂപ്പറാണോ ഇല്ലയോ എന്നുള്ളത്. തിന്ന് നോക്കിയിട്ട് പറ. കൊള്ളാട്ടോ, കൊള്ളാല്ലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.